ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം വാക്യം. ഞാനോ യഹോവയെങ്കിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇതൊരു ആഫ്രിക്കൻ കഥയാണ്. ആന വെറുതെ നടക്കാനിറങ്ങിയതായിരുന്നു. അതിനിടയിൽ ഒട്ടകപ്പക്ഷിയുടെ കൂടിനടുത്തെത്തി. ഒട്ടകപ്പക്ഷിയാകട്ടെ ദൂരെയുള്ള ഒരു പുഴയിൽ വെള്ളം കുടിക്കാൻ പോയിരിക്കുകയായിരുന്നു. കൂട്ടിൽ കിടക്കുന്ന മുട്ടകൾ കണ്ടപ്പോൾ ആനയുടെ മാതൃഹൃദയം സങ്കടവും ദേഷ്യവും കൊണ്ട് നിറഞ്ഞു. ഒരമ്മയ്ക്ക് എങ്ങനെ ഇത്ര നിരുത്തരവാദപരമായി പെരുമാറാൻ കഴിയും? ആ മുട്ടയൊന്ന് മൂടി വെച്ചിട്ടെങ്കിലും പോയിക്കൂടെ? ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയോ നശിപ്പിക്കുകയോ ചെയ്താലോ? ആനയുടെ ഹൃദയം ആ മുട്ടകൾക്കുള്ളിൽ വിരിയാറായി വരുന്ന കുരുന്നു ജീവനോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞു. ഒടുവിൽ ആന ഒരു തീരുമാനമെടുത്തു. ഈ മുട്ടകളെ ഇങ്ങനെ അനാഥമാക്കിയിട്ട് പോയിക്കൂടാ. ഏതായാലും ഒട്ടകപ്പക്ഷി വരുന്നത് വരെ ഞാൻ എൻ്റെ ചൂട് കൊടുത്ത് ഇതിനെ സംരക്ഷിക്കും. ആന മുട്ടയുടെ പുറത്ത് അടയിരുന്നു. ബാക്കി കഥ പറയേണ്ടതില്ലല്ലോ. ആനയുടെ ഭാരത്തിലമർന്ന മുട്ടകളെല്ലാം ഉടഞ്ഞു നശിച്ചു. ആനയുടെ മനസ്സലിവും ശ്രദ്ധയും വളരെ അഭിനന്ദനീയം തന്നെ. പക്ഷേ അതിനൊരു കുറവുണ്ടായിരുന്നു: വിവേകമില്ലായ്മ. വിവേകമില്ലാതെ ദയ കാണിച്ചാൽ അത് വിനയായി മാറും. വിവേകമില്ലാതെയുള്ള വരങ്ങളുടെ ഉപയോഗം സഭയെ പണിതുയർത്തുന്നതിന് പകരം അതിനെ തകർക്കും. സുവിശേഷം പറയേണ്ടത് ആവശ്യം തന്നെ. പക്ഷേ വിവേകമില്ലാത്ത സുവിശേഷ പ്രഘോഷണം സുവിശേഷത്തെ അനാകർഷകമാക്കും. ദാനം ചെയ്യുമ്പോഴും സേവനം ചെയ്യുമ്പോഴും വിവേകപൂർവ്വം ചെയ്യണം. വിവേകമില്ലാത്ത വാക്കുകളും പെരുമാറ്റങ്ങളുമാണ് ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തകർക്കുന്നത്. ധാരാളം കഴിവുകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പലരുടെയും ജീവിതങ്ങൾ അനുഗ്രഹമല്ലാതായിത്തീരുന്നു. കാരണം ഉള്ളവയെ വിവേകപൂർവ്വം ഉപയോഗിക്കുവാനായി കഴിയുന്നില്ല. എല്ലാ ജീവിതങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ചില ജീവിതങ്ങൾ പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്കാണ് വളരുന്നത്. ഇതിൻ്റെയും കാരണം ഒന്ന് മാത്രം: പ്രശ്നങ്ങളെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങളും വിവേകമില്ലായ്മ മൂലം ഉണ്ടാകുന്നതാണ്. വിവേകമില്ലാത്ത വാക്കുകളും പ്രവൃത്തികളും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഉള്ള പ്രശ്നങ്ങളെ സങ്കീർണമാക്കുന്നു. ഒരു പക്ഷേ ഒരു വലിയ പ്രശ്നത്തിൻ്റെ വേര് കിടക്കുന്നത് ഒരു ചെറിയ വിവേകക്കുറവിലായിരിക്കും. അതിനാൽ വിവേകം തരാനായി നമുക്ക് നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു രാത്രിയിൽ ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ചോദിച്ചു കൊള്ളുക. സോളമൻ പ്രതിവചിച്ചു, ദൈവമായ കർത്താവേ, എൻ്റെ പിതാവിനോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണമേ. ഭരിക്കാൻ എന്നെ അവിടുന്ന് രാജാവാക്കിയല്ലോ. ഈ ജനത്തെ നയിക്കാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. അവയില്ലാതെ അവിടുത്തെ ഈ വലിയ ജനതയെ ഭരിക്കുവാൻ ആർക്ക് കഴിയും? ദൈവം സോളമന് ഉത്തരം നൽകി, കൊള്ളാം. സമ്പത്തോ ധനമോ പ്രശസ്തിയോ ശത്രുനിഗ്രഹമോ ദീർഘായുസ് പോലുമോ നീ ചോദിച്ചില്ല. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു. കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്തത്ര സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. സോളമനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നീ എന്നെ നേതൃത്വത്തിലേക്ക് വിളിച്ചു. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെ നയിക്കുവാൻ എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. കർത്താവേ, നീ എന്നെ കുടുംബജീവിതത്തിലേക്ക് വിളിച്ചു. എൻ്റെ മക്കളെ വളർത്തുവാൻ, ജീവിത പങ്കാളിയെ സംരക്ഷിക്കുവാൻ എനിക്ക് ജ്ഞാനവും വിവേകവും നൽകണമേ. നീ എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു. നല്ല രീതിയിൽ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം നീ എന്നെ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കണമേ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഒരു പ്രാർത്ഥന പോലെ നമുക്ക് ഇത് ആവർത്തിക്കാം. കർത്താവെ, എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ. സോളമൻ്റെ പ്രാർത്ഥന കേട്ട കർത്താവ് നമ്മുടെ പ്രാർത്ഥനയും കേൾക്കും. അവിടുന്ന് ജ്ഞാനവും വിവേകവും നൽകി നമ്മുടെ വ്യക്തിത്വത്തെ മനോഹരവും ശക്തവുമാക്കും, ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. പ്രാർത്ഥനയോടെ അതിനായി നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, നൽകിത്തന്ന വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഇന്നത്തെ വചനം കേട്ടതുപോലെ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലായ്പ്പോഴും ജ്ഞാനത്തിന് വേണ്ടി വിവേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വിവേകത്തോടെ പെരുമാറുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഓരോ നിമിഷവും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം ഇന്നത്തെ വചന കേൾവി ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.